ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. ഇന്ന് നമ്മൾ വീണ്ടും നറൂട്ടോ കുട്ടപ്പന്റെ ഒരു അടിപൊളി എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് വളരെയധികം ട്വിസ്റ്റോട് കൂടെയാണ് എൻഡ് ചെയ്തത്. സോ നിങ്ങളെ പോലെ തന്നെ അടുത്ത എപ്പിസോഡിന് ഞാനും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോ ഓവർ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാതെ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നതല്ല. ഇത്തവണ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ പൊടിക്കുപ്പി ഹിനാരിയാണ്. ഗ്രാമത്തിലുള്ള ഓരോ വീടുകളിലൂടെയും കയറി ഇറങ്ങി പാലത്തിൽ നടക്കുന്ന ആ ഒരു ഫൈറ്റിനെ കുറിച്ച് അവൻ പറയും. ദയവായി വാതിൽ തുറക്കൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരെ തടയാന്ന് പറയെങ്കിലും ഹിനാരിയുടെ അച്ഛന് സംഭവിച്ച ആ ഒരു വലിയ ദുരന്തം അവരുടെ കുടുംബത്തിലും സംഭവിക്കുമെന്ന് കരുതി ആരും തന്നെ വാതിൽ തുറക്കാൻ തയ്യാറാവില്ല. ഞാൻ ഇത്രയും നേരം വാതിൽ മുട്ടിയില്ലേ, നമ്മളെല്ലാരും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഓടിക്കാം. ദയവായിട്ട് എന്റെ പൊന്നു ചേട്ടാ ഒന്ന് വാതിൽ തുറന്നുകൂടെന്ന് നമ്മുടെ പൊടിക്കുപ്പി ഒരുപാടിട്ട് കരയെങ്കിലും വീട്ടുടമസ്ഥൻ പേടിച്ച് വരച്ചിട്ട് ഡോർ തുറക്കാനേ തയ്യാറാവില്ല. നിങ്ങളില്ലെങ്കിൽ വേണ്ട, ഈ ഗ്രാമത്തില് ഇനിയും ആൾക്കാരുണ്ട്, ആരെങ്കിലും ഒരാളെങ്കിലും എന്റെ സപ്പോർട്ടിനായിട്ട് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് പാവം നമ്മുടെ പൊടിക്കുപ്പി ആവട്ടെ അടുത്ത ആളെ തപ്പിപ്പോവും. അവൻ തട്ടിയ വീടിന്റെ ഉള്ളിലെ ആ ഒരു ചേട്ടന് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും ആളെ കൊണ്ട് അത് സാധിക്കുന്നില്ല. ദയവായിട്ട് ഞാനൊന്ന് പോയിക്കോട്ടെ. ആ കൊച്ചു കുട്ടി പോലും ഇത്ര റിക്വസ്റ്റ് ചെയ്യുമ്പോ നമ്മളിൽ ആരെങ്കിലും ഒരാളെങ്കിലും അവനോട് കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമത്തിനെ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞാലോ എന്ന് ആള് ചോദിക്കുന്നുണ്ടെങ്കിലും ചേട്ടന്റെ വീട്ടിലുള്ള ആൾക്കാര് ആളെ പോവാനായിട്ട് അനുവദിക്കേയില്ല. നമ്മുടെ പൊടിക്കുപ്പിക്ക് ഒരുപാട് സങ്കടമായിട്ട് അവൻ ആ ഗ്രാമത്തിന്റെ ഓരോ ഏടുകളിലൂടെയും കറങ്ങി നടക്കും. ഓരോ വലിയ വീട്ടിലും ചെറിയ വീട്ടിലും പോയി മുട്ടി, ചേട്ടാ എന്നെ ഒന്ന് സഹായിക്കോ, നമ്മുടെ കൂടെ നിൽക്കുവോ എന്നൊക്കെ ചോദിച്ച് പാവം നമ്മുടെ പൊടിക്കുപ്പി ഒരുപാട് അലയുമെങ്കിലും ഇത്തരത്തില് ഫൈറ്റ് നടക്കുന്ന കാര്യം അറിഞ്ഞ് ഒരൊറ്റ മനുഷ്യന്മാര് പേടിച്ചിട്ട് വാതിൽ തുറക്കാൻ പോലും തയ്യാറാവില്ല. തളർന്നൊരിടത്തിരിക്കുന്ന നമ്മുടെ ഹിനാരിക്ക് പെട്ടെന്ന് നറൂട്ടോ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരും. നീയും ഇപ്പൊ വളർന്നിരിക്കുന്നു, ഒരു സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുന്നു എന്ന് നമ്മുടെ പൊടിക്കുപ്പി ഹിനാരിയുടെ തലയിൽ തൊട്ടുകൊണ്ട് നറൂട്ടോ പറഞ്ഞ കാര്യം അവന്റെ മനസ്സിൽ ഓർമ്മ വരും. യെസ്, ഞാനും ഇപ്പൊ പവർഫുൾ ആയിരിക്കുന്നു, എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല, അവരെ സഹായിക്കാൻ എന്നെ കൊണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് നമ്മുടെ പൊടിക്കുപ്പി ഹിനാരി വലിയൊരു തീരുമാനം എടുക്കും. പിന്നെ ഒന്നും നോക്കല്ല, നമ്മുടെ പൊടിക്കുപ്പി 100-110 നറൂട്ടോടെയും കൂട്ടരുടെ അടുത്തേക്കും ഓടാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ കാക്കാഷി ആവട്ടെ സാബുസെ അവന്റെ പട്ടികൾ ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്ത് നിർത്തി ഷെരീങ്ക ടെക്നിക് ഉപയോഗിക്കാതെ അവന്റെ കയ്യിൽ തന്നെ നിഞ്ചാ പവർ ഉപയോഗിച്ച് സാബുസെ ചിതറിച്ച് കളയാനായിട്ട് വെമ്പി നിൽക്കുകയാണ്. ബ്രിഡ്ജ് കെട്ടി ഈ ഗ്രാമത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ടാണ് ടാസുന് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യത്തിന് വേണ്ടി നിൽക്കേണ്ട നിഞ്ചാസ് ഇപ്രകാരം മോശം കാര്യം ചെയ്യുന്നത് വളരെയധികം വലിയ തെറ്റാണെന്ന് പറഞ്ഞ് കാക്കാശി വീണ്ടും വീണ്ടും അവന്റെ മനസ്സിൽ ഓരോരോ കാര്യങ്ങളായിട്ട് കണക്ക് കൂട്ടും. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുമ്പോ ആളെ തകർക്കാൻ ശ്രമിക്കുന്നത് മോശമല്ലേ, അങ്ങനെ ഒരിക്കലും ഒരു നിഞ്ച ചെയ്യാൻ പാടില്ല എന്ന് കാക്കാഷി സാബുസയോട് ചോദിക്കുമ്പോ എനിക്കതൊന്നും കാര്യമല്ല, എന്റെ ലക്ഷ്യവും എന്റെ മാർഗവും മാത്രമാണ് എന്റെ കൺമുമ്പിൽ ശരി, ഒരു കാര്യത്തിലും തളർന്നു പോവാൻ ഞാൻ തയ്യാറല്ല എന്ന് അത്രയും പട്ടി കടിച്ചു പിടിച്ചിട്ടും നമ്മുടെ സാബുസ ആവട്ടെ അഹങ്കാരത്തോടു കൂടെ പറയും. ഇവിടെ നമ്മുടെ നറൂട്ടോയും ഹക്കു ആവട്ടെ എന്നെ കൊല്ല്, നിന്നെ ഞാൻ കൊല്ലില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും 1.5 മണിക്കൂറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹക്കു ഓൾറെഡി തകർന്നിരിക്കായതുകൊണ്ടും തളർന്നിരിക്കായതുകൊണ്ടും അവന് ഇനി സബൂസയ്ക്ക് ആവശ്യമില്ല എന്ന് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് തന്നെ കൊല്ലാനായിട്ട് നറൂട്ടോയോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ നറൂട്ടോയ്ക്കാവട്ടെ അവനെ കൊല്ലാനായിട്ട് യാതൊരു മനസ്സും ഇപ്പൊ ഇല്ല. സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ നിന്നെയും നിന്റെ ഗ്രാമം അംഗീകരിക്കുന്നു പറയുമ്പോ ഹക്കു വലിയൊരു വെളിപ്പെടുത്തൽ കൂടെ നടത്തും. അന്ന് കാട്ടിൽ വെച്ച് സത്യത്തിൽ ഞാൻ നിന്നെ കൊല്ലാൻ പ്ലാൻ ഇട്ടിരുന്നു. നറൂട്ടോ ഒന്ന് ഷോക്കാവും. വേറെ വഴിയില്ലാതെ മനസ്സ് കല്ലാക്കി നിഞ്ച കത്തി കയ്യിലെടുത്ത് കണ്ണു അടച്ച് ഹക്കുവിന് നേരെ ഓടിയെടുക്കും. ഇവിടെ ഹക്കു ആവട്ടെ നറൂട്ടോയുടെ കൈകൊണ്ട് മരിക്കാനായിട്ട് കണ്ണു അടച്ചു നിൽക്കും. കട്ട് ചെയ്താല് ടാസുനെയും സാക്കുറയും ഇവിടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോ പതിയെ പതിയെ ആ ഒരു പുകമറയെല്ലാം മാറി സബൂസെ കൊല്ലാൻ നിൽക്കുന്ന നമ്മുടെ കാക്കാഷയും അതുപോലെ തന്നെ ഹക്കുവിനെ കൊല്ലാനായിട്ട് പാഞ്ഞെടുക്കുന്ന നറൂട്ടോയും കാണിക്കും. നറൂട്ടോ പാഞ്ഞെടുത്ത് അവനെ വെട്ടാനായിട്ട് കത്തി വലിച്ചു വരുമ്പോ ചക്ക് ചക്ക് എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരുടെ മുഖവും മാറി മാറി കാണിക്കും. ഇവിടെ നറൂട്ടോ പോലും പ്രതീക്ഷിക്കാതെ അവന്റെ കുത്താൻ വന്ന കൈ പിടിച്ചു വെച്ച് എന്നെ കൊല്ലാൻ സമയമായില്ല എന്ന് പറഞ്ഞ് ഹക്കു ആവട്ടെ വളരെ ബുദ്ധിപരമായിട്ട് അവിടുന്ന് വണ്ടി വിടും. ഐ ആം ട്രാപ്ഡ് എന്ന് പറഞ്ഞ് നറൂട്ടോ നിൽക്കുമ്പോ സാബുസെ കൊല്ലാനായിട്ട് തന്റെ മുഴുവൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന നമ്മുടെ കാക്കാഷിയാണ് കാണിക്കുക.
പക്ഷെ ഇവിടെ നമ്മുടെ സാബുസയ്ക്ക് മുങ്ങാനായിട്ട് യാതൊരു വഴിയില്ല. കാരണം നിഞ്ച ഡോഗ്സ് അവനെ കടിച്ചു മുറുക്കി പിടിച്ചിരിക്കുകയാണ്. പറന്നു വന്ന് കറങ്ങി മുഴുവൻ പവർ ഉപയോഗിച്ച് ഠേ എന്ന് പറഞ്ഞ് ഒരൊറ്റ അടി. ബ്ലഡ് തെറിച്ച് പാലം കുലുങ്ങി വിറച്ച് എല്ലാവരും നോക്കുമ്പോ പട്ടികൾ നിന്നെടുത്ത് പട്ടികളുടെ ഒരു രോമം പോലും കാണാനില്ല. സാബൂസയെ രക്ഷിക്കാനായിട്ട് ഹക്കുവാണ് അവന്റെ മുൻപിൽ കയറി നിൽക്കുക. കറക്റ്റ് ചെസ്റ്റിൽ തന്നെ ആ ഒരു വലിയ അടി കിട്ടി രക്തം തുളുമ്പി നമ്മുടെ ഹക്കു സ്പോട്ടിൽ വടിയാവും. യുവർ ടേൺ ഈസ് ഓവർ, നെക്സ്റ്റ് ഈസ് മൈൻ എന്ന് പറഞ്ഞ് വീണ്ടും വമ്പൻ ഡയലോഗ് തട്ടിവിട്ട് സാബുസ കാക്കാഷിയെ നോക്കിയിട്ട് പല്ലെറുമ്പോ ഇവിടെ നമ്മുടെ പൊടിക്കുപ്പി ആവട്ടെ അവന്റെ ബെൽറ്റും ചൂച്ചും എല്ലാം ഇട്ട് വലിയൊരു പടയൊരുക്കത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ്. ഗ്രാമത്തിലെ ഒത്തിരി പേരെ ഞാൻ വിളിച്ചു, ആരും എന്റെ കൂടെ വരാൻ തയ്യാറായില്ല. ഞാൻ എന്റെ അച്ഛന്റെ മോനാണ്, ഒരു ധീരനാണ്, എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞ് അവനൊരു പടയാളിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അമ്മയാവട്ടെ ആദ്യം നീ പോയി നിന്റെ നിപ്പിൾ പാല് കുടിക്കടാന്ന് അവന് വഴക്ക് പറയും. നീ ഒരു കൊച്ചു കുഞ്ഞാണ്, നിന്നെ കൊണ്ട് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൻ ഇറങ്ങുമ്പോ അവന്റെ അമ്മയ്ക്ക് പൊടിക്കുപ്പിയുടെ ധീരനായ അച്ഛൻ അവിടുന്ന് കടന്നു പോകും പോലെ തന്നെ തോന്നും. വാതിലും തള്ളി തുറന്ന് പുറത്തു നിൽക്കുമ്പോ ദേ കിടക്കുന്നു വലിയൊരു കൂട്ടം അവന്റെ മുൻപില്. അവരെ കണ്ണു തള്ളി നോക്കുമ്പോ ഇവിടെ നമ്മുടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ ഹക്കു എവിടെ പോയെന്നറിയാതെ മണ്ണൊക്കെ മാന്തി നോക്കാണ്. പുക മറയുമ്പോ അവിടെ 3 പേര് കൂടി നിൽക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ചെക്കന്റെ ഫ്യൂസ് പോവും. ഹക്കു അവനെ രക്ഷിച്ച സന്തോഷത്തില് സബൂസ് ആവട്ടെ വെൽഡൺ ഹക്കു, നീ മരിച്ചാലും നീ എന്റെ ജീവൻ കാത്തല്ലോ എന്ന് പറഞ്ഞ് സബൂസ അവന്റെ വലിയ കത്തി ഉപയോഗിച്ച് ഹക്കുവിനെ ചേർത്ത് കാക്കാഷി വെട്ടാൻ ശ്രമിക്കുമ്പോ യഥാർത്ഥത്തില് സാബുസ എന്ന വില്ലൻ എത്രമാത്രം ദുഷ്ടനാണെന്ന് കാക്കാഷി തിരിച്ചറിയും. പക്ഷെ അവന്റെ ആ ഒരു ആക്രമണം തടുക്കാനായിട്ട് കൈയെടുക്കാൻ നോക്കുമ്പോഴാണ് മരിക്കുന്ന അതേ സമയം തന്നെ ഹക്കു കാക്കാഷിയുടെ കൈ ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. ഞൊടിയിടയിൽ തന്നെ കാക്കാഷി ആവട്ടെ ഹക്കുവിന്റെ ബോഡി തൂക്കിയെടുത്ത് വേറൊരു സ്ഥലത്ത് വന്ന് സേഫ് ആയിട്ട് അവന്റെ തുറന്നു കിടക്കുന്ന കണ്ണുകള് അടച്ച് അവനെ അവിടെ കിടത്തും. കുട്ടപ്പൻ നറൂട്ടോയെ കണ്ട സന്തോഷത്തില് സാക്കുറ ആവട്ടെ എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഡാ ചെറുക്ക നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എവിടെ സാസുക എന്ന് ചോദിക്കുമ്പോ പാവം കുട്ടപ്പൻ ഇപ്പോ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങും. ഇവന് പ്രാന്തായോന്ന് കരുതിയിട്ട് പാവം നമ്മുടെ പെങ്കൊച്ചൊന്ന് വിജൃംഭിച്ചു പോവും. അപ്പുറത്ത് സബൂസ് ആവട്ടെ കാക്കാഷിയെ വീണ്ടും വിടാതെ പിന്തുടർന്ന് കത്തികൊണ്ട് വെട്ടി വീഴ്ത്താൻ ശ്രമിക്കുമ്പോ മടങ്ങി തെറിച്ചു വന്ന് അവന്റെ മോന്തക്കിട്ട് കാക്കാഷി ഒരൊറ്റ ഇടി. ടാസുനാമാവനാവട്ടെ നമുക്ക് അവർക്ക് എന്ത് പറ്റി നോക്കാന്ന് പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പന്റെ അടുത്ത് സാക്കുറയുമായിട്ട് ഓടി അടുക്കും. സാസുകയെ കാണാതെ സാക്കുറ അവനെ അന്വേഷിച്ച് അടുത്തെത്തുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ട് അവള് ഷോക്കാവുക. എന്തു പറ്റി സാസുക, നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ച് അവൾ ഒരുപാട് നേരം അവളുടെ കണ്ണീര് അടക്കി പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും ഒരു ഘട്ടത്തില് അവളുടെ കൺട്രോൾ പോയിട്ട് അവൾ ഏങ്ങലടിച്ച് കരയും. ഇത് കേട്ടിട്ട് പാവം നമ്മുടെ നറൂട്ടോയ്ക്കും പിടിച്ചു നിൽക്കാനാവില്ല. സബൂസ പഠിച്ച പണി 18 നോക്കിയിട്ടും കാക്കാഷിയുടെ രോമത്തിൽ പോലും തൊടാനാവില്ല. അവനാവട്ടെ 2 കത്തി ഉപയോഗിച്ചുകൊണ്ട് സാബുസയുടെ ഒരു കൈക്ക് തന്നെ പണി കൊടുക്കും. കാക്കാഷി വീണ്ടും കാഷ്വലായിട്ട് നിൽക്കുമ്പോ കലിമൂത്ത സാബുസ അവന് വെട്ടാനായിട്ട് ഓടിയെടുക്കും. കാക്കാഷിയുടെ തൊട്ടടുത്തെത്തുമ്പോ വീഴാണ് അവന്റെ മോന്തക്കിട്ട് മറ്റൊരടി. തെറിച്ചു വീണ അവന് വീണ്ടും ഒരു തൊഴി കൊടുത്ത് അവന്റെ കഴുത്തില് കൈവച്ച് മുറുക്കി, നിന്റെ ഈ അവസ്ഥയില് നിനക്കെന്നെ കൊല്ലാൻ പോയിട്ട് എന്റെ ചെറുവിരൽ തൊടാൻ പോലും ആവില്ല എന്ന് പറഞ്ഞ് കത്തി കറക്കിയെടുക്കുമ്പോ അവിടെ വേറൊരാളുടെ 2 കാലുകൾ കാണാൻ പറ്റും. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആളുടെ ഫേസ് ഇപ്പൊ കാണിക്കില്ല. സബൂസയുടെ ഹാർട്ട് ബീറ്റ് കൂടി വരുമ്പോ കാക്കാഷി ആവട്ടെ സ്റ്റൈലായിട്ട് അവന്റെ നിഞ്ച കത്തി കറക്കിയെടുക്കും. എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതി സാബുസ അവന്റെ കയ്യിലെ ആ ഒരു വലിയ കത്തി ഉപയോഗിച്ച് തിരിഞ്ഞു വെട്ടുമ്പോ കാക്കാഷി വലിയ കത്തിയുള്ള അവന്റെ പെരുങ്കൈക്കിട്ട് നിഞ്ച കത്തി ഉപയോഗിച്ച് ഒരൊറ്റ കുത്തുകുത്തി കൊത്തിമറിഞ്ഞ് ആ ഒരു വലിയ കത്തിയിൽ നിന്ന് എസ്കേപ്പ് ആവും. ഇപ്പൊ നമ്മുടെ സബൂസയുടെ 2 കൈയുടെയും ഏകദേശം തീരുമാനമായി. പരസ്പരം വീണ്ടും മാസ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ടപ് ക്ടപ് എന്നൊരു സൗണ്ട് കേൾക്കും. അതാരാണെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും ആശ്ചര്യത്തോടുകൂടെ തലയുയർത്തി നോക്കുമ്പോഴാണ് അത് മറ്റാരുമല്ല ആ മെയിൻ വില്ലൻ ഗാട്ടു. ഓ സാബുസ, ഇറ്റ്സ് റിയലി സാഡ്, നീ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് മെയിൻ വില്ലൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു ഡസൻ നിഞ്ചകളും 2 ലോഡ് ഗുണ്ടകളെയും നമ്മുടെ ആൾക്കാർ കാണുക. വില്ലന്മാരെ മുഴുവൻ ഇങ്ങനെ ഒരു ലോങ് ഷോട്ടില് കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.